അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് റാഹത്തല്ലേ? അല്ലാഹു തആല നമ്മൾക്ക് സന്തോഷം റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മളുടെ രണ്ടാമത്തെ പാർട്ടിൻ്റെ ബിത്തീഹ് പാഠത്തിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ത്വാ എന്നുള്ള അക്ഷരം ഏതെല്ലാം രൂപത്തിൽ നമ്മൾക്ക് വായിക്കാൻ പറ്റും, അതിനൊക്കെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വായിക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെയുള്ള ചിത്രത്തിൻ്റെ ഇതിൽ എന്താ കാണുന്നത്? ബത്തക്ക എന്ന നമ്മുടെ നാടൻ ഭാഷയിലും തണ്ണിമത്തങ്ങ എന്ന മലയാളത്തിലും അറബിയിൽ ഇതിനേക്ക് ബിത്തീഹ് എന്നുള്ള പേരാണ് പറയുക. എന്ന് പറയും? ബിത്തീഹ്. ഇതെല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് വെള്ളത്തിൻ്റെ അംശം നിൽക്കുന്ന ഒരു ഫ്രൂട്ട് ഐറ്റംസാണ്. അപ്പോൾ ഇത് നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ്. മനസ്സിലായില്ലേ? ഇതിനൊക്കെ പറയുന്നതായ പേരാണ് ബിത്തീഹ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഒന്നിച്ച് വായിക്കണേ. ഹാ ത്വൻ ഖത്വൻ, ഹാ തുൻ ഖത്തുൻ, ഹാ ത്വിൻ ഖത്വിൻ, ഹാ ഖാ തോബുൻ ഖത്തോബുൻ, ഖാ തൂ ഖത്തൂ, ബി ത്വീഖുൻ ബിത്തീഖുൻ, ത്വാ ത്വാതു, തൂ ത്വി ത്വീ. ഇവിടെ മനസ്സിലായില്ലേ? ത്വാനെ നീട്ടാൻ വേണ്ടിയാണ് ഇവിടെ അലിഫ് വന്നത്. ത്വാ. തൂ എന്നതിന് നീട്ടാൻ വേണ്ടിയാണ് വാവ് വന്നത്. തൂ. ത്വീ എന്നതിന് നീട്ടാൻ വേണ്ടിയാണ് യാവ് വന്നത്. ത്വീ. ആ ത്വാ അത്വാ, ഖ തു ഖത്തു, ഹു തി ഹുത്തി. ഇതിൻ്റെ ചുവന്ന അക്ഷരം നോക്കൂ. ത്വൻ തുൻ ത്വിൻ, ത്വാ തൂ ത്വീ. ഓക്കെ അല്ലേ? അത് നല്ല രീതിയിൽ ആവർത്തിച്ച് കൂടുതൽ പ്രാവശ്യം വായിക്കണം. ഇതിൻ്റെ അടുത്ത പേജ് നഖറ വായിക്കുക. ത്വാ ബ ത്വാ ബ, ത്വീ ബുൻ ത്വീബുൻ, തൂ സുൻ തൂസുൻ, ഹു ത്വ ഹുത്വ, ഖ ത്വിൻ ഖത്വിൻ, ബ തുൻ ബത്തുൻ. ഇതും നമ്മൾ നല്ല രീതിയിൽ വായിക്കണം. നക്തുബ് ഇവിടെ എഴുതണം. ഈ ബത്തുൻ ഇബത്തുൻ, ഖ ഈതൻ ഖൈതുൻ, ഖ ത്വിൻ ഖത്വിൻ, ഖിതാബുൻ ഖിതാബുൻ. ഇതിൻ്റെ താഴെയുള്ളതായ ലൈനുകളിൽ നല്ല വൃത്തിയായി എഴുതേണ്ടതാണ്. നഖറ മിനൽ ഖുർആൻ. ഹബിത്വത്, ത്വാ കണ്ടില്ലേ? ബിബസിത്വിൻ, ത്വാ. അസ്ബത്വൻ, ത്വാ. തൂബ, ത്വാ. ശത്റുൻ, ത്വാ. അസത്വീറു, ത്വാ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പാഠം നല്ല രീതിയിൽ കൂടുതൽ വായിക്കുകയും എഴുതുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.